മേരി ക്യൂറി, നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. മേരി ക്യൂറി എന്നറിയപ്പെടുന്ന നമ്മൾ സയൻസ് സ്റ്റുഡൻസിനെ തന്നെ, പ്രത്യേകിച്ച് ഗേൾസ് എല്ലാവരെയും, എസ്പെഷ്യലി ഗേൾസിനെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്പയർ തരുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ മേരി ക്യൂറിക്കുള്ളത്. ഒരുപാട് തടസ്സങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാവും. പക്ഷെ ആ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കില്ലുകളെ, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. നാളെ അറിയപ്പെടുന്ന ഡോക്ടേഴ്സും അറിയപ്പെടുന്ന എഞ്ചിനീയേഴ്സും അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റുകളും നാളെ അറിയപ്പെടുന്ന നാട്ടിന് അഭിമാനമാവുന്ന നന്മയാവുന്ന ഒരു പറ്റം സ്റ്റുഡൻസാണ് നിങ്ങൾ. അവിടെ നിങ്ങൾ നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അത് നിങ്ങൾ ഇല്ലാണ്ടാക്കി ആ പ്രശ്നത്തിൻ്റെ പേരിൽ ആ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ തകർത്ത് കളയരുത്. നിങ്ങളുടെ സ്കില്ലുകൾക്ക് ഒരുപാട് ചെയ്യുന്നത്. സങ്കടം വരുമ്പോൾ കരയേണ്ടതോ, സങ്കടം വരുമ്പോൾ സങ്കടം എന്ത് കരയണം, കരഞ്ഞോ, സങ്കടത്തിന് അതുപോലെ കണ്ടോ. പക്ഷേ അത് എപ്പോഴും അതാവരുത്. അതിനൊരു സ്ഥലത്ത് നിർത്തണം. അത് നിങ്ങളുടെ അക്കാഡമിക്സിനെ ബാധിക്കരുത്, അത് നിങ്ങളുടെ അക്കാഡമിക്സിനെ തളർത്തരുത്. എനിക്ക് ഇത്രയൊക്കെ സങ്കടം ഉണ്ടെങ്കിൽ അത് എനിക്ക് വാശിയാണ് കൂട്ടരുത്. വാശിയോടുകൂടി ഞാൻ പഠിക്കും. എൻ്റെ തളർച്ചകളൊന്നും എന്നെ വീഴ്ത്തൂല. ആ തളർച്ചകളൊക്കെ എനിക്ക് എനർജിയാണ്, ഊർജ്ജമാണ്. ഞാൻ നന്നായിട്ട് പഠിക്കും, എൻ്റെ സ്കില്ലിനെ ഞാൻ വളർത്തും. അങ്ങനെ പഠിച്ചു നിങ്ങൾക്ക് എന്താണോ സ്കില്ല്, ആ സ്കില്ല് ഇപ്പോൾ എവിടുന്ന കിട്ടുക സാർ, ഞങ്ങൾക്ക് ഈ ഒരു എനർജി എവിടുന്ന കിട്ടുക? ചുറ്റുപാടും നിന്ന് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന്, നിങ്ങളുടെ ടീച്ചേഴ്സിൽ നിന്ന്, പല പല പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ, നിങ്ങളുടെ മൈൻഡിൽ നിന്ന് സങ്കടങ്ങൾ എന്നുള്ള സാധനത്തിനെ ഈ അക്കാഡമിക്സ് ആയിട്ട് കണക്ട് ചെയ്യാണ്ട് നന്നായിട്ട് പഠിച്ചോളുക. അതൊക്കെ വാശിയോടുകൂടി പഠിക്കണം. എനിക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒരൊറ്റ വാശി. ഒരുപാട് എൻ്റെ മുന്നിലേക്ക് ഇത് കേൾക്കുമ്പോൾ നാളെ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവുന്നത്. എനിക്കറിയില്ല ആരൊക്കെയാണ്, ഒരുപാട് പേരുണ്ടാവും. കാരണം നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ ബ്രെയിനൊന്നും അത്രക്കും പവർഫുള്ളാണ്. നമ്മൾ ഈ കാണുന്ന കണ്ടുപിടുത്തൊക്കെ നടത്തിയ നമ്മളെ മനുഷ്യന്മാർ തന്നെയല്ലേ, അതുപോലത്തെ മനുഷ്യന്മാരല്ലേ നമ്മളും. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയും. പുറത്തുള്ള ആളുകൾ, പുറത്തുള്ള സൊസൈറ്റി എന്ത് പറയുന്നു എന്നുള്ളതിനെ മോർ കൺസേൺ ചെയ്ത് നിൽക്കരുത്. അത് മേരി ക്യൂറി പറഞ്ഞു തന്നെയാണ്. നിങ്ങൾ അതൊന്നും കൂടുതൽ നോക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിലേക്ക് നോക്കുക, നിങ്ങളുടെ സ്കില്ലിലേക്ക് നോക്കുക, അതിനെ വളർത്താൻ ശ്രമിക്കുക. അതിനെ വളർത്താൻ വരുന്ന ചുറ്റുപാടിനെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ചേർക്കുക, സപ്പോർട്ടുകൾ നിങ്ങൾ കൂടെ ചേർക്കുക, അതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുക, നന്നായിട്ട് കഴിക്കുക.